Everyone, welcome to my YouTube channel Incredible English. So today we are going to discuss how to write an analytical paragraph. Important points മാത്രം പെട്ടെന്ന് നോക്കി പോവാണ്. അതായത് അതിലകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഡിഫറെൻറ്റ് വേർഡ്സ്, കൺക്ലൂഷനിൽ എന്ത് വേർഡ്സ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ എഴുതുമ്പം എങ്ങനെയാണ്, ബോഡി പാർട്ടിൽ എന്തൊക്കെ വേർഡ്സ് റൈസ് കാണിക്കാൻ അല്ലെങ്കിൽ ഫോൾ കാണിക്കാനൊക്കെ യൂസ് ചെയ്യാവുന്ന ഡിഫറെൻറ്റ് വേർഡ്സ് എന്തൊക്കെയാണ്. അപ്പോൾ അങ്ങനത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് പെട്ടെന്ന് നോക്കുകയാണ്. സോ വിതൗട്ട് മച്ച് ഡിലേ ഇതാണ് തുടങ്ങാം. നമുക്കറിയാം ഒരു അനലറ്റിക്കൽ പാരഗ്രാഫ് എന്ന് പറയുന്നതിൻ്റെ ഒരു ബേസിക് ഫോമാറ്റ് നമുക്കറിയാം അല്ലേ. അതിനൊരു ഇൻട്രൊഡക്ഷൻ വേണം, ഒരു ബോഡി വേണം, അതിൻ്റെ കൺക്ലൂഷൻ പാർട്ട്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ പാർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഒത്തിരി വളരെ ഇലാബറേറ്റ് ആയിട്ട് ചെയ്യരുത്. മെയിൻ കോണ്ടന്റിനെ മാക്സിമം 3 ലൈൻസ് 2 or 3 ലൈൻസ് എന്നാണ് പറയുന്നത്. മാക്സിമം 3 ലൈൻസിൽ നമ്മൾ മെയിൻ കോണ്ടന്റിനെ കുറിച്ച് ഒന്ന് പറയുക. ഓക്കെ, അവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ പാരഫ്രേസിങ് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സെന്റൻസിനെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നവരുണ്ട്. ബട്ട് അതൊന്നുകൂടെ ബെറ്റർ എന്ന് പറയണത് എന്താണ്, പാരഫ്രേസിങ് ചെയ്യുന്നതായിരിക്കും. അതിനെ ഒന്ന് റീഫ്രേസ് ചെയ്ത് തന്നിരിക്കുന്ന വേർഡ്സിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ഒരു മോഡിഫിക്കേഷൻ വരുത്തി എഴുതുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഓക്കെ, സോ അങ്ങനെ ഒരു മാക്സിമം 3 ലൈൻസിലായിരിക്കണം ഇൻട്രൊഡക്ഷൻ വരുന്നത്. ഇൻട്രൊഡക്ഷൻ എങ്ങനെ ചെയ്യാം നമുക്കറിയാം. ഒരു അനലറ്റിക്കൽ പാരഗ്രാഫ് എന്ന് പറയുമ്പോൾ വി ഹാവ് ടു അനലൈസ് ഡേറ്റ. എന്ത് ഡേറ്റ ആയിരിക്കും? സംടൈംസ് ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ആയിരിക്കാം, ഒരു ഗ്രാഫ് കാണും, അല്ലെങ്കിൽ ഒരു പൈ ചാർട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ടേബിൾ ആയിരിക്കാം. ഗ്രാഫിൽ തന്നെ ലൈൻ ഗ്രാഫ് വരാം, ബാർ ഗ്രാഫ് വരാം, അത് ഡിപ്പെൻഡ് ചെയ്യും. അപ്പം അത് നോർമലി നമ്മളത് കണ്ടു കഴിയുമ്പോൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ദ ഗിവൺ എന്ന് പറഞ്ഞാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. ഓക്കെ, സോ ദ ഗിവൺ ടേബിൾ അല്ലെങ്കിൽ ദ ഗിവൺ പൈ ചാർട്ട് ഓർ ദ ഗിവൺ ഗ്രാഫ്, വാട്ട് എവർ ഇറ്റ് ഈസ്, അതിനുശേഷം നമ്മളൊരു വേർഡ് ആഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അത് തരുന്നു എന്ന് കാണിക്കാനായിട്ട് മോസ്റ്റ് സിമ്പിൾ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് ഷോസ് എന്നുള്ള വേർഡ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ് എന്നുള്ള വേർഡ് ആയിരിക്കും. അത് കൂടാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേർഡ്സ് ആണ് ഓഫേഴ്സ്, ഡീലീനിയേറ്റ്സ്. കണ്ടോ, ഈ ഒരു വേർഡ് കണ്ടോ, ഡീലീനിയേറ്റ്സ് അല്ലെങ്കിൽ പ്രൊവൈഡ്സ് ഇൻസൈറ്റ്. ദ ഗിവൺ ടേബിൾ പ്രൊവൈഡ്സ് ഇൻസൈറ്റ് ഇൻടു, അല്ലെങ്കിൽ ദ പൈ ചാർട്ട് ഗീവ്സ് ഇൻസൈറ്റ് ഇൻടു എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാം. അതല്ലെങ്കിൽ ഇറ്റ് ഗീവ്സ് എ തെറോ അനാലിസിസ് ഓഫ് എന്ന് പറഞ്ഞെഴുതാം. ഓക്കെ, സജസ്റ്റ്, ഇല്ലസ്ട്രേറ്റ്സ്, ഡെപിക്ട്സ്, ഔട്ട്ലൈൻസ്, ഇൻഡിക്കേറ്റ്സ്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് മാറ്റി ഉപയോഗിക്കാൻ പറ്റുന്ന വേർഡ്സ്. എപ്പോഴും ഷോസ് എന്നോ അല്ലെങ്കിൽ ഗിവ്സ് എന്നോ പറയണതിന് പകരം ഡിഫറെന്റ് ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യുക. ദ പൈ ചാർട്ട് ഡിലീനിയേറ്റ്സ് ഓർ ദ ഗ്രാഫ് പ്രൊവൈഡ്സ് ഇൻസൈറ്റ്. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് അതിന്റെ സെക്കൻഡ് പാർട്ട്, ഇതാണ് ബോഡി ഓഫ് ദാറ്റ് എന്താണ് പാരഗ്രാഫ്. അത് അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ മെയിൻ കോണ്ടന്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അല്ലേ. അപ്പം അതിനെ നമ്മൾ അനലൈസ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നത് ആ പാരഗ്രാഫിലാണ്. അപ്പോൾ ഓർത്തോളുക, അവിടെ നമ്മൾ എത്രയൊക്കെ ഡീറ്റെയിൽഡ് ആക്കി എന്ന് പറഞ്ഞാലും ഇത് വളരെ ഷോർട്ടാണ് അല്ലേ. അനലറ്റിക്കൽ പാരഗ്രാഫ് എന്ന് പറയുന്നത് ഷോർട്ടാണ്, 5 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. സോ എസ്സേ പോലെ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ ഇവിടെ ഇൻ ദ സെക്കൻഡ് പാരഗ്രാഫ് നമ്മൾ യൂസ് ചെയ്യുന്നത് സിമ്പിൾ ലാംഗ്വേജ് ആയിരിക്കണം. അതിനെ അനലൈസ് ചെയ്ത് കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് നമ്മൾ എഴുതുന്നത്. സോ അത് എപ്പോഴും ഏറ്റവും സിംപ്ലസ്റ്റ് ലാംഗ്വേജ് വേണം അവിടെ യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, സിമ്പിൾ ആയിരിക്കണം ആൻഡ് ക്ലിയർ ആയിരിക്കണം. ആൻഡ് ഓൾസോ നമുക്കറിയാം അതിനകത്ത് കമ്പാരിസൺസ് തന്നിട്ടുണ്ടാവും. ചിലപ്പോൾ റേഷ്യോ ആയിരിക്കാം, ചിലപ്പോൾ പെർസെൻറ്റൈൽ ആയിരിക്കാം. സോ എന്താണ് തന്നിരിക്കുന്നത് അതിനെയെല്ലാം ആ കമ്പാരിസൺസിനെയും വേരിയേഷൻസിനെയൊക്കെ കൃത്യമായിട്ട് എഴുതണം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പെർസെൻറ്റൈൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ ആ ഫിഗേഴ്സ് മെൻഷൻ ചെയ്യുമ്പോൾ ആക്യുറേറ്റ് ആയിരിക്കണം, അതിൽ ഒരു മാറ്റവും വരാൻ പാടില്ല. ഓക്കെ, പിന്നെ അത് കൂടാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട വേറെ പോയിന്റ്സ് എന്ന് പറയുന്നത് ഇനിയുള്ള 3 പോയിന്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്. യൂസ് ദ സെയിം ടെൻസ് ത്രൂ ഔട്ട്. നമ്മൾ ഒറ്റ ടെൻസിൽ തന്നെ വേണം എഴുതാൻ. സ്റ്റാർട്ട് ചെയ്യുന്ന പ്രസന്റ് ടെൻസിൽ കുറച്ച് കഴിയുമ്പോൾ അന്ന് ഇരിക്കട്ടെ കണ്ടിന്യൂസ് ടെൻസ്, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഇരിക്കട്ടെ, അങ്ങനെ എഴുതരുത്. സെയിം ടെൻസ് കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അടുത്തത് റെപ്പറ്റീഷൻ. അപ്പൊ എത്ര നമ്മൾ അവോയ്ഡ് ചെയ്യാൻ നോക്കിയാലും ഇപ്പൊ ഇൻക്രീസ് എന്നുള്ള വേർഡ് ചിലപ്പോൾ മോർ ദാൻ 1 ടൈം നമ്മൾ ആ പാരഗ്രാഫിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഫൈൻ, അത് കുഴപ്പമില്ല. അറ്റ്ലീസ്റ്റ് ഇൻ എ ലൈൻ നമ്മൾ റെപ്പറ്റീഷൻ ഓഫ് വേർഡ്സ് അവോയ്ഡ് ചെയ്യാൻ നോക്കണം. അതിനുള്ള ഡിഫറെന്റ് വേർഡ്സ് നമ്മൾ മനസ്സിലാക്കി നേരത്തെ പ്ലാൻ ചെയ്ത് വെക്കണം. ഓക്കെ, അടുത്തത് നോ പേഴ്സണൽ ഒബ്സർവേഷൻ. ഓൾറെഡി നമുക്ക് ഡേറ്റ പ്രസന്റ് ചെയ്തിട്ടുണ്ട്, അതിനെ അനലൈസ് ചെയ്താണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ നമ്മുടെ ഒബ്സർവേഷനോ നമ്മുടെ ഒപ്പീനിയൻ സജഷൻസിനൊന്നും അവിടെ ഒരു കാര്യവുമില്ല. അപ്പൊ അവിടെ ഒരിക്കലും ഒരു കാരണം വെച്ചാലും പേഴ്സണൽ പ്രൊനൗൺസ് യൂസ് ചെയ്യാൻ പാടില്ല. ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗൺസ് എസ്പെഷ്യലി പ്രൊനൗൺസിന്റെ യൂസേജ് തന്നെ അതിൽ കാണാറില്ല, പാടില്ല. സോ ഇതാണ് ബോഡിയിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട പോയിന്റ്സ്. ഇനി ബോഡിയിൽ നമ്മൾ എഴുതുമ്പോൾ ഇൻക്രീസ് കാണിക്കും അല്ലെങ്കിൽ ഡിക്രീസ് കാണിക്കും,
അതല്ലെങ്കിൽ എന്താണ് സ്റ്റേബിൾ ആണെന്ന് കാണിക്കും, അതിനൊക്കെ യൂസ് ചെയ്യാവുന്ന, കോൺട്രാസ്റ്റ് കാണിക്കും, ഇതിനൊക്കെ യൂസ് ചെയ്യാവുന്ന ഡിഫറെന്റ് വേർഡ്സ് ആണ് ഇനി ഉള്ള സ്ലൈഡുകളിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വേർഡ്സ് മാത്രമേ ഞാൻ തന്നിട്ടുള്ളൂ, ആസ് എ സെന്റൻസ് തന്നിട്ടില്ല. വളരെ ഷോർട്ടായിട്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത്, എന്നാൽ പോലും 10 മിനിറ്റ്സ് വരുമായിരിക്കും. ഓക്കെ, അപ്പൊ ഇൻക്രീസ് കാണിക്കാൻ പറ്റുന്ന വേർഡ്സ് എന്ന് പറയുന്നത് റൈസ്. ഡെഫിനറ്റ്ലി റൈസ് എന്നുള്ള വേർഡ് നമുക്ക് നന്നായിട്ട് അറിയാം. ഞാനിവിടെ ബ്ലാക്ക് കളറിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള വേർഡ്സ് ആണ്. അപ്വാർഡ് ട്രെൻഡ്, ചോസ് ആൻ അപ്വാർഡ് ട്രെൻഡ്. അപ്വാർഡ് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രോത്ത് ഉണ്ടെന്നുള്ളതാണ് അതിന്റെ മീനിങ്. എ സിഗ്നിഫിക്കന്റ് സർജ് എന്ന് വെച്ചാൽ കുതിച്ചു കയറി, പെട്ടെന്ന് കയറി എന്നുള്ളതാണ് സിഗ്നിഫിക്കന്റ് സർജ് എന്നുള്ള വേർഡ്. സർജ്, ഓക്കെ, സർജ്. ഓക്കെ, അതുപോലെ തന്നെ ഹൈക്ക്, പീക്ഡ് ഇൻ, ഡബിൾഡ്, നോട്ടബിളി ഹയർ, അതുപോലെ ഡ്രമാറ്റിക് ആയിട്ട് ഇൻക്രീസ്, ഡ്രമാറ്റിക് ഇൻക്രീസ്. ബാക്കിയുള്ളത് നമുക്കറിയാം. ഇൻക്രീസ് ഷാർപ്ലി അല്ലെങ്കിൽ പറയും ഇൻക്രീസ് ഗ്രാജുവലി എന്ന് നമ്മൾ പറയും. പിന്നെ നമ്മൾ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലെ ദ മോസ്റ്റ് യൂസ്ഡ് കമ്മോഡിറ്റി, ദ മോസ്റ്റ് യൂസ്ഡ് പ്രോഡക്റ്റ്, ദ മോസ്റ്റ് വിസിറ്റഡ് പ്ലേസ്, ദ മോസ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. ഇനി ലാസ്റ്റ് ഒരു വേർഡ് തന്നിരിക്കുന്നു, റിവൈവ്ഡ് എന്നുള്ള വേർഡ്. റിവൈവ്ഡ് അതായത് നമ്മൾ പെട്ടെന്ന് കൂടിയിട്ട് ഒരു റൈസ് ഉണ്ടായതിനു ശേഷം ഫോൾ ഉണ്ടായി, അതിനുശേഷം പിന്നീട് കയറുന്നു, അതിനെ നമ്മൾ ദ മാർക്കറ്റ് റിവൈവ്ഡ് എന്ന് നമുക്ക് പറയാം. റിവൈവ്ഡ് മീൻസ് ഉയർത്തെഴുന്നേറ്റു, പിന്നെയും കൂടാൻ തുടങ്ങി എന്നുള്ളൊരു മീനിങ് ആണ് ഇവിടെ വരുന്നത്. അപ്പൊ ഇവിടെ നോട്ട് ചെയ്യേണ്ട വേർഡ്സ് അപ്വാർഡ് ട്രെൻഡ് എന്നുള്ള വേർഡ്, സിഗ്നിഫിക്കന്റ് സർജ് എന്നുള്ള വേർഡ്, ഓൾസോ പീക്ഡ് ഇൻ. പീക്ഡ് ഇൻ, പീക്ക് എന്ന് പറയുമ്പോൾ എന്തിന്റെയെങ്കിലും പീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ടോപ്പ് മോസ്റ്റ് പോയിന്റ് എന്നുള്ളതാണ്. അപ്പൊ പീക്ഡ് ഇൻ. പിന്നെ ഡബിൾഡ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്, ഇരട്ടിയാവുമ്പോൾ ഡബിൾഡ് എന്ന്, അതൊക്കെ ഫെമിലിയർ ആണ്. അപ്പൊ ഈ വേർഡ്സ് ഓർത്തോളുക, അപ്വാർഡ് ട്രെൻഡ്, സിഗ്നിഫിക്കന്റ് സർജ്, റിവൈവ്ഡ് ആൻഡ് പീക്ഡ് ഇൻ. ഓക്കെ, അടുത്തത് ഡിക്രീസിലേക്ക് വരുമ്പോൾ ഡെഫിനറ്റ്ലി ഫോൾ എന്നുള്ള വേർഡ് ഉണ്ട്. അവിടെ അപ്വാർഡ് ട്രെൻഡ് പറഞ്ഞ പോലെ ഇവിടെ ഡൗൺവേർഡ് ട്രെൻഡും ഡൗൺ ട്രെൻഡും, ഡൗൺവേർഡ് ട്രെൻഡ് ആൻഡ് ഡൗൺ ട്രെൻഡ് എന്നുള്ള വേർഡ്സ് രണ്ടും ഉദ്ദേശിക്കുന്നത് താഴോട്ട് പോകുന്നു എന്നുള്ള മീനിങ് ആണ്. ഓൾസോ വി ക്യാൻ സേ സോ എ ഡ്രോപ്പ്, ഇറ്റ് ഷോസ് എ ഡ്രോപ്പ്, ആഫ്റ്റർ ദാറ്റ് ഇറ്റ് സോ എ ഡ്രോപ്പ്, ഡിപ്പ് വന്നു എന്നുള്ള മീനിങ് ആണ്. കുറഞ്ഞു എന്നുള്ള മീനിങ്. ഡ്വെൻഡ്ലിംഗ്, ഡ്വെൻഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഗ്രാജുവലി ഇങ്ങനെ ഡിമിനിഷ് ചെയ്ത് വരുന്നു എന്നുള്ളതാണ് അതിന്റെ മീനിങ്. ഗ്രാജുവലി കുറയുന്നു എന്നുള്ളതാണ് ഡ്വെൻഡ്ലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഡ്വെൻഡ്ലിംഗ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാൻ പറ്റും. എ നോട്ടബിൾ ഡിക്ലൈൻ ഓർ നോട്ടബിൾ ഡൗൺഫോൾ, അഗെയിൻ അനദർ വേർഡ് ഡൗൺഫോൾ. ഡൗൺഫോൾ, ദ ലീസ്റ്റ്, ദ മോസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ദ ലീസ്റ്റ്, സ്ലൈറ്റ്ലി ഡിക്രീസ്ഡ്, റിഡ്യൂസ്ഡ്, പിന്നെ റെക്കോർഡഡ് മിനിമം. അപ്പം ആ ഒരു ഇപ്പൊ ഗ്രാഫാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നു. ഗ്രാഫില് ഒരു പർട്ടിക്കുലർ ഇൻ ദ ഇയർ 1984 ഇറ്റ് ഈസ് റെക്കോർഡഡ് മിനിമം, ഏറ്റവും കുറവ് ആ സമയത്തായിരുന്നു റെക്കോർഡഡ് മിനിമം. ഓക്കെ, അല്ലെങ്കിൽ ദ ലീസ്റ്റ് എന്ന് നമുക്ക് പറയാം. അപ്പൊ റെക്കോർഡഡ് മിനിമം. അപ്പൊ ഇവിടെ ഓർത്തിരിക്കേണ്ട വേർഡ്സ് ഏതൊക്കെയാണ്, ഡൗൺവേർഡ് ട്രെൻഡ്, ഡൗൺ ട്രെൻഡ്, ഡ്വെൻഡ്ലിംഗ്, റെക്കോർഡഡ് മിനിമം ആൻഡ് ഡൗൺഫോൾ. ഓക്കെ, ഇനി അടുത്തത് വേരിയേഷൻസ് ഒന്നുമില്ല. സ്റ്റാഗ്നേറ്റഡ് അല്ല, സോറി, സ്റ്റാഗ്നേറ്റഡ് എന്ന് പറഞ്ഞാൽ മുരടിച്ച് നിൽക്കുന്നു, വളർച്ച ഇല്ലാതെ നിൽക്കുന്നു എന്നുള്ള മീനിങ് ആണ് സ്റ്റാഗ്നേറ്റഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ സ്റ്റഡി ആയിട്ട് പോകുന്നു, സ്റ്റേബിൾ ആണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോണത്. സ്റ്റേബിൾ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ മെൻഷൻ ചെയ്യും? സ്റ്റേബിൾ എന്നുള്ള വേർഡ് നമുക്കറിയാം, സ്റ്റഡി എന്നുള്ള വേർഡ് അറിയാം. കോൺസ്റ്റന്റ്, കൺസിസ്റ്റന്റ് ആൻഡ് സസ്റ്റെയിൻഡ് ഗ്രോത്ത്. സസ്റ്റെയിൻഡ് ഗ്രോത്ത്, സസ്റ്റെയിൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് കണ്ടിന്യൂയിങ് ഫോർ എ ലോങ് ടൈം, അത് നിലനിർത്തിക്കൊണ്ടു പോകുന്നു എന്നുള്ള മീനിങ് ആണ് സസ്റ്റെയിൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സസ്റ്റെയിൻഡ് ഗ്രോത്ത്. ഓക്കെ, അടുത്തത് കോൺട്രാസ്റ്റ് വരുമ്പോൾ, അതായത് ഒരു വാല്യൂ പറഞ്ഞ് പെട്ടെന്ന് കയറി, അപ്പൊ നമുക്കിവിടെ കോൺട്രാസ്റ്റ് ആണെന്ന് മെൻഷൻ ചെയ്യണമെന്ന് വെച്ചോ. അപ്പൊ എന്താണ്, എ സ്റ്റാർക്ക് കോൺട്രാസ്റ്റ് ഇൻ ദ യൂസേജ്. എന്തെങ്കിലും ആവട്ടെ, ഞാൻ സെന്റൻസ് എടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. എ സ്റ്റാർക്ക് കോൺട്രാസ്റ്റ് എന്ന് നമുക്ക് പറയാം. ഷാർക്ക് കോൺട്രാസ്റ്റിന് പകരം സ്റ്റാർക്ക് കോൺട്രാസ്റ്റ് എന്ന് പറയാം. പിന്നെ ഇൻ കോൺട്രറി, ഇൻ ഓപ്പോസിറ്റ് ടു എന്നുള്ള മീനിങ് ആണ് ഇൻ കോൺട്രറി, കൺവേഴ്സ്ലി. പിന്നെ അനദർ ഇമ്പോർട്ടൻറ്റ് നോക്കിക്കേ, എ പ്രൊനൗൺസ്ഡ് ഡിസ്പാരിറ്റി, എടുത്തു പറയത്തക്ക ഒരു കാര്യം, ഡിഫറൻസ് എന്നുള്ളതാണ് എ പ്രൊനൗൺസ്ഡ് ഡിസ്പാരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ എ പ്രൊനൗൺസ്ഡ് ഡിസ്പാരിറ്റി, ഇൻ ഒപ്പോസിഷൻ, ഓൺ ദ അതർ ഹാൻഡ്. ഇതെല്ലാം നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള വേർഡ്സ് ആണ്. ഇനി ഇത് കൂടാതെ ബോഡി എഴുതുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റു വേർഡ്സ്, എഴുതുമ്പോൾ ജനറൽ ആയിട്ട് എഴുതുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേർഡ്സ്, ഓൺ ആൻ ആവറേജ്, അഡീഷണലി, മൊത്തത്തിൽ അനലൈസ് ചെയ്തിട്ട് നമ്മൾ ആവറേജ്, ഓൺ ആൻ ആവറേജ് നമുക്ക് ഇങ്ങനെ പറയാം. അല്ലെങ്കിൽ ആവറേജിങ് അറൌണ്ട്, ഇത്രയാണ് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ആവറേജ് ആയിട്ട് കാണുന്നത് ഇത്രയുമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ അഡീഷണലി, പിന്നെ സബ്സിക്വന്റ്ലി ഇതിന് ശേഷം, ആഫ്റ്റർവേർഡ്സ് എന്നാണ് അതിന്റെ മീനിങ്. സബ്സിക്വന്റ്ലി, മീൻ വൈൽ. ഓക്കെ, ഇനിഷ്യലി, ഇൻ പ്രൊപ്പോർഷൻ ടു. പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞത് അനുപാതം എന്നുള്ളത് വേർഡ് നമുക്ക് ഫെമിലിയർ ആണ്, നമ്മൾ റേഷ്യോസിലൊക്കെ കേൾക്കുന്നുണ്ട്. ഇൻ പ്രൊപ്പോർഷൻ ടു എന്നുള്ള വേർഡ്. പിന്നെ ഫ്ലിക്കറിംഗ് എന്ന് പറഞ്ഞാൽ വേവിങ്.
അതായത് മാറിക്കൊണ്ടിരിക്കുന്നു, സ്റ്റേബിൾ അല്ല, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഫ്ലിക്കറിങ്ങിന്റെ മീനിങ്. ഇറ്റ്സ് ഫ്ലിക്കറിങ്, ഇറ്റ്സ് നോട്ട് സ്റ്റഡി എന്നുള്ളതാണ് മീനിങ്. ഓക്കെ, ദെൻ നമുക്ക് ചിലപ്പോൾ പറയാം ഇറ്റ് ഈസ് എക്സ്പെക്ടഡ് ടു നാരോ, അല്ലെങ്കിൽ എക്സ്പെക്ടഡ് എന്നുള്ള വേർഡ് കൂടുതൽ നമ്മൾ കാണാറില്ല. നാരോഡ് അല്ലെങ്കിൽ ഡിക്ലൈൻഡ്, റൈസ് എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ ഒരു വേർഡ് ഇറ്റ് ഈസ് എക്സ്പെക്ടഡ് ടു ഇവിടെ ആഡ് ചെയ്ത് എഴുതാൻ പറ്റുന്ന സിറ്റുവേഷൻ കാണും. പിന്നെ അപ്സ് ആൻഡ് ഡൗൺസ്. അപ്സ് ആൻഡ് ഡൗൺസ് നമുക്കറിയാലോ, ഉയർച്ചയും താഴ്ചയുമാണ്. ജനറലൈസ് ചെയ്ത് കൺക്ലൂഡ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്ന ഒരു വേർഡാണ് അപ്സ് ആൻഡ് ഡൗൺസ്. ഓക്കെ, ഇനി കൺക്ലൂഷൻ പാർട്ടിലേക്ക് വരുമ്പോൾ ഫൈനലി കൺക്ലൂഷൻ ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഏതൊരു റൈറ്റിംഗ് എടുത്താലും ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ. അപ്പോൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യാവുന്ന വേർഡ്സ് ആണ് ഇവിടെ പറയുന്നത്. ഇൻ എ നട്ട്ഷെൽ, ഇൻ എ നട്ട്ഷെൽ മൊത്തത്തിൽ പറഞ്ഞാൽ എന്നുള്ളതിന്, അതായത് നമ്മൾ ഓവറോൾ പറയുന്ന പോലെയാണ് ഇൻ എ നട്ട്ഷെൽ പറയുന്നത്. ഇൻ എ നട്ട്ഷെൽ, ടു കൺസൈസ് ഓർ കൺസൈസിങ്, ബ്രീഫ് ചെയ്യുന്നു. ബ്രീഫിംഗ് എന്ന് പറയുന്നത് തന്നെയാണ് കൺസൈസിങ്. ഇൻ എ സെൻസ്, ഇൻ ബ്രീഫ്, ബ്രീഫിംഗ്. ഓൺ ദ ഹോൾ, ഓവറോൾ. അത് രണ്ടും നമ്മൾ വളരെ ഫെമിലിയർ ആണ്. ദെൻ സമ്മറൈസിങ്, അത് കഴിഞ്ഞ് നമുക്ക് യൂസ് ചെയ്യാം. ടു പ്രസന്റ് ഇറ്റ് സക്സിൻലി, ടു പ്രസന്റ് ഇറ്റ് സക്സിൻലി. സക്സിൻറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ക്ലിയർലി എന്നും കൂടി ഒരു മീനിങ് അതിനുണ്ട്. ബ്രീഫ്ലി ആൻഡ് ക്ലിയർലി എന്നാണ് അതിന്റെ അർത്ഥം. സോ ടു പ്രസന്റ് ഇറ്റ് സക്സിൻലി ഓർ ടു പുട്ട് ഇറ്റ് സക്സിൻലി എന്ന് പറഞ്ഞാൽ ടു പ്രസന്റ് ഇറ്റ് ബ്രീഫ്ലി ആൻഡ് ക്ലിയർലി എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്. അപ്പം ഇത് ഇത്രയും ഇതൊക്കെ നമ്മൾ മാറ്റി യൂസ് ചെയ്യാവുന്ന വേർഡ്സ് ആണ്. റെപ്പറ്റീഷൻ, ഇപ്പം നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫിൽ ഒരു വേർഡ് യൂസ് ചെയ്തത്, ഇൻട്രൊഡക്ഷനിൽ യൂസ് ചെയ്ത വേർഡ് കഴിയുന്നതും കൺക്ലൂഷനിൽ യൂസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അപ്പൊ എന്തെങ്കിലുമൊക്കെ വേർഡ്സ് ഇതുപോലെ നമ്മൾ റൈസ്, ഫോള് ഒക്കെ പറഞ്ഞല്ലോ, ആ വേർഡ്സ് മാറ്റി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഏതൊരു റൈറ്റിംഗിലും ഏറ്റവും അധികം നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ അതിനൊരു ഫ്ലോ ഉണ്ടാവണം, തമ്മിലൊരു കണക്ഷൻ ഉണ്ടാവണം. ആൻഡ് നീറ്റ്ലി പ്രസന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ടു ദ പോയിന്റ് ആയിരിക്കണം, കണ്ടിന്യൂറ്റി വേണം, ടു ദ പോയിന്റ് ആയിരിക്കണം, നീറ്റ് ആയിരിക്കണം. ഹോപ്പ് ദിസ് സെഷൻ ഈസ് യൂസ്ഫുൾ ടു യു. ഞാൻ ഇത്രയും ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ട് പോലും ഇറ്റ് ഈസ് എക്സീഡിങ് 10 minutes. See you in the next video. Thank you.